ഹലോ ഗായ്സ്, ഇവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് മൈൻക്രാഫ്റ്റാണ്. അപ്പം അതിന് മുമ്പ് എൻ്റെ വേൾഡിനില്ലേ ഞാൻ ഒരു പേര് കൊടുക്കട്ടെ. ഞാൻ ഇതുവരെ പേര് കൊടുത്തിട്ടില്ല. എൻ്റെ ചാനലിൻ്റെ ഒരു പേരില്ലേ, അപ്പു റോക്സ് വേൾഡ് എന്ന് ഇട്ടാൽ പോരെ. ഒരു മിനിറ്റ് ഗൈസ്, റോക്സിൻ്റെ സ്പെല്ലിംഗ് എന്ത് പറഞ്ഞു ഞാൻ മറന്നുപോയി. ROCKZ അത് തന്നെ ഗൈസ്. അത് കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്. ഞാൻ അപ്പം അതിനകത്ത് ക്ലിക്ക് ചെയ്തു. വേൾഡ് WORLD. എന്താ ഗൈസ് ഇത്? വേൾഡ് കപ്പാ? അപ്പം ഗൈസ് ആയി. ഇനി നമുക്ക് നേരെ മൈൻക്രാഫ്റ്റിൽ പോവാം. ഒരു മിനിറ്റ് ഗൈസ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ചെയ്യാം. മൈൻക്രാഫ്റ്റാണ് ഗൈസ് എൻ്റെ ജീവൻ. എൻ്റെ ദൈവമേ, മൈൻക്രാഫ്റ്റ് ഗൈസ്. ഞാൻ ഇടണ മൈൻക്രാഫ്റ്റ് വീഡിയോ ഒന്നും നിങ്ങളാരും കാണാനില്ല, കണ്ടേ പറ്റൂ കേട്ടോ. ഈ എൻ്റെ വീട് കാണാം. അങ്ങനെ എൻ്റെ പഴയ വീട്ടിൽ തന്നെ എത്തി. പഴയ വീടുണ്ടാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ പഴയ വീടുണ്ടാക്കാൻ എന്തോരം കഷ്ടപ്പെടണമായിരുന്നു നിങ്ങൾക്കറിയാമോ ഗൈസ്? പുതിയ വീട് ഉണ്ടാക്കിയിട്ട് ക്രീപ്പർ വന്ന് പൊട്ടിച്ച്. അതാണ് ഗൈസ് ഇപ്പം സംഭവിച്ചത്. ഗൈസ്, എൻ്റെ കയ്യിൽ ഇത്രയും സാധനങ്ങളുണ്ട്, നിങ്ങൾ കണ്ടോ ഗൈസ്? ഞാൻ ഒരു ക്രൂരനാണ്. ഇനി നമുക്ക് മേളിൽ പോയിട്ടൊന്ന് മൈൻഡ് റീഡ് ചെയ്യാം. അൺലോക്ക് ഫുൾ ഗെയിം. അങ്ങനെ ഒറിജിനൽ ഗെയിമും കൂടെ ഞാൻ ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്തു. എൻ്റെ ദൈവമേ, ചന്ദ്രൻ ബ്രിഡ്ജല്ല. വാടാ ചന്ദ്ര. അമ്മേ, എവിടെ കിടന്നങ്ങ് ഉറങ്ങാം. ഞാൻ ഇതെവിടെയാ നിൽക്കണത്? ഗൈസ്? ഇതെങ്ങനെ? ഇതെവിടെയാ നിൽക്കണത്? എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? എന്താ ഇത്? എന്താ ഞാൻ എന്താ ഇവിടെ? ഞാൻ എൻ്റെ നാട്ടിൽ നിന്നല്ലേ, പിന്നെ ഹെൻറി പോർട്ടലിൽ കൂടെ ഞാൻ ഇവിടെ വന്നല്ലോ. എന്താ ഇവിടെ സംഭവിക്കണം? എന്താ എനിക്കൊരു പിടിയും കിട്ടാനില്ല. ഞാൻ ഇവിടെ വന്നില്ല. ഇതെവിടെ? എൻ്റെ സൗണ്ടുള്ള ഒരു സാധനമാണ്. ഇതെന്താ ഞാൻ പോണ സ്ഥലത്തൊക്കെ മാത്രം തിരിയണ? നിനക്കെന്താ വട്ടാ? പോണേ ഗൈസ്. ഞാനിട്ട് പോസ്റ്റ് കണ്ടല്ലോ. ന്യൂ വീഡിയോ ലോഡിങ് ആണിത്. അപ്പം ഗൈസ്, ഞാൻ എന്തിനു പറയാനാണ്? ഞാൻ ഇത് എവിടെയാണ് നിൽക്കണത്? ഒരു പിടിയുമില്ല. മേഡ്ഹറായിസി ആമസോൺ പ്രൈമിലാണ് ആ സിനിമ. ആ സിനിമയുടെ പേര് ഞാൻ പറഞ്ഞുതരാം. ഹിന്ദി സിനിമയാണ്. ഞാൻ പറഞ്ഞുതരാം. ഹിന്ദി സിനിമയൊന്നും അല്ല, ഏത് ഭാഷയിൽ വെച്ചും പറയാം. ശരി. MADHARAASI ഇതാണ് ഈ സിനിമയുടെ പേര് ഗൈസ്. ചേട്ടാ, ഞാൻ ഇതെങ്ങനെ പറക്കണത്? ഞാൻ ഇത് ഏത് സിറ്റിയിൽ നിൽക്കണത്? ഏത് ലോകത്താണ് നിൽക്കണത്? എനിക്കൊരു പിടിയുമില്ല. എവിടെയാണ് ഗൈസ് ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കണത്? ഞാൻ ഇതെവിടെയാണ് നിൽക്കണത്? എനിക്കൊരു പിടിയില്ല. ലഗസി പുറപ്പി ഞാൻ ഇതെവിടെയാണ് നിൽക്കണേ? എനിക്ക് പിടി കിട്ടണില്ല. ഞാൻ ഭൂമി വിട്ട് പോട്ടാ, അതാണ് ആയിരിക്കും നല്ലത്. നല്ല അഡിക്ഷൻ കേട്ടോ. അമ്മേ ഗൈസ്, ഞാൻ GTA 5 കളിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ എനിക്ക് ഇട്ടൂടെ. ഞാൻ കൊച്ചാണ്, അത് 18+ ആണ് കേട്ടോ. ഞാൻ GTA 5 പക്ഷേ കളിച്ചിട്ടുണ്ട്, വീഡിയോ ഇട്ടിട്ടില്ല. അതാണ് ഗൈസ്. GTA 5 ഭയങ്കര വിലയാണ്. ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ അപ്പം തന്നെ അത് കളഞ്ഞു. പരസ്യം. അങ്ങനെ ഭൂമി വിട്ട് ഞാൻ വന്ന്.
യെസ് ഗൈസ്, ഈ താഴെ കാണുന്ന റൗണ്ട് ഇരിക്കണ കണ്ടില്ലേ? അത് ഭൂമിയാണ്. ഇതാണ്ടോ, കണ്ടില്ലേ? അതെ, ജെൻവി എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ടുണ്ട്. അത് ആമസോൺ പ്രൈമിലാണുള്ളത്. നിങ്ങൾക്കറിയാവോ? ആമസോൺ പ്രൈമിലാണുള്ളത്. ഈ താഴെ കാണുന്നതാണ്. അതെ, ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഈ താഴെ കാണുന്നതാണ് ലോകം. എന്ത് ചെയ്യാനാ? എന്തൊരു ചെയ്യാനാ ഗൈസ്? ഞാൻ എന്ത് ചെയ്യാനാ? ഷടാ, ഇപ്പം എൻ്റെ ലോകം കാണാനില്ലല്ലോ. ഞാൻ ഇപ്പോൾ ഒരുപാട് പുറത്താണ് നിൽക്കണം. ചേട്ടാ, ഞാൻ ഇപ്പോൾ ബഹിരാകാശം എത്താറായാലോ? ബഹിരാകാശം എത്താറാവാറുണ്ടോ ഗൈസ്? അപ്പം എൻ്റെ ലോകം കാണിച്ചു തരാൻ പറ്റിയില്ല, അതിന് ക്ഷമിക്കണം. അപ്പം ഇല്ലേ, ലോകം ഞാൻ നേരത്തെ കാണിച്ചു തന്നായിരുന്നു, അപ്പം അതിനു വേണ്ടി ക്ഷമിക്കണ്ട. അപ്പം ഇല്ലേ, ഞാൻ ഈ മേഘം ഇല്ലേ, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് താഴെ ഇല്ലേ അതെ, താഴെ ലോകമുണ്ട്. കണ്ട താഴെ ലോകമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, താഴെ ലോകമുണ്ട്, ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊട്ടും പേടിക്കണ്ട, താഴെ ലോകമുണ്ട്, ഞാൻ കാണിച്ചു തരാം. യെസ് ഗൈസ്, പറയാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും, പറയാൻ നല്ല ഈസി ആയിരിക്കും, പക്ഷേ ഇല്ലേ, കാണിക്കാൻ ഭയങ്കര പാടാണ്. അറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾ ഒരു വട്ടമെങ്കിലും മൈൻക്രാഫ്റ്റ് കളിച്ച് നോക്കണം. അമ്മേ, അയ്യോ, ഒരഴുക്ക മേഘമുണ്ട്. ആ മേഘത്തിനെ ഞാൻ ബഹിരാകാശം വരെ കൊണ്ടെത്തിക്കണം. ആകാശത്ത് നിന്നാൽ പോരാ, മേഘത്തിൻ്റെ ഓരോരോ പൂതികൾ. ശരി, ഇനി ഞാൻ എൻ്റെ ഭൂമി കാണിച്ചു തരാം, നോക്കിക്കോ. ഇതാ കണ്ട ഗൈസ്, പെട്ടെന്ന് തന്നെ രാവിലെയായി. എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, പക്ഷെ അത് എൻ്റെ വട്ടാണ്. ഇതേ കണ്ട ഗൈസ്, താഴെ ഒരു റൗണ്ട് കണക്ക് കിടക്കണ കണ്ട അതാണ് ഭൂമി. അല്ല, നമ്മൾ സൂര്യൻ എന്ത് ഇത്രയും ചെറുതായി നിൽക്കണം? ശരിക്കും വലുതായിട്ടല്ലേ നിൽക്കേണ്ട? സൂര്യനെ കൊണ്ട് ഞാൻ തോറ്റല്ല. ഇനി ഇൻഫിനിറ്റി വരെ പോകണോ സൂര്യൻ്റെ അടുത്തെത്താൻ? അല്ലെങ്കിൽ അതെന്തുവാ, ചന്ദ്രനായിരിക്കും ചിലപ്പം. ചന്ദ്രനും സൂര്യനും ഫ്രണ്ട്സാണ്, പക്ഷെ ഇല്ലേ, സൂര്യൻ വലുതും ചന്ദ്രൻ ചെറുതുമാണ്, അറിയാമോ? മനുഷ്യൻ്റെ നല്ല ജീവനുകളെ, ഇതെവിടെയാണ് ഞാനിത് എവിടെയാണ് നിൽക്കണോ? എനിക്ക് മനസ്സിലാവണില്ല. കുറേ ദൂരം ഞാൻ നീന്തി കേട്ടാ, ഇപ്പം എൻ്റെ വില്ലേജ് കാണാനില്ല. വെള്ളത്തിൻ്റെ ഇടയിൽ മുങ്ങിയില്ലേ, ഞാൻ ചാവാറായാണ്. മറ്റേ 2018 മിന്നൽ ടൊവിനോ തോമസിനെ കണക്ക് ഇല്ലേ, ഞാൻ അടിയിൽ എൻ്റെ കാലില്ല, അടിയിലുള്ള ആ പാറക്കല്ലിൽ കുടുങ്ങി ഞാൻ ചാവാറിരുന്നേണ്. ഭാഗ്യത്തിനാണ് ദൈവപുത്രൻ വന്ന് എന്നെ രക്ഷിച്ചത്. എൻ്റെ ദൈവമേ, എന്താണിത്? എനിക്ക് വട്ടുപിടിച്ച്. ഹായ് ഡോൾഫിൻ. ഡോൾഫിനെയൊക്കെ ഞാൻ തൊട്ട്. ഡോൾഫിൻ എന്നെ പേടിപ്പിക്കണോ? അങ്ങനെയാണെങ്കിൽ ഈ പൊട്ടെന്നെ പേടിപ്പിച്ചുകൂടി. അമ്മേ, എടാ ചന്ദ്ര, എന്താടാ? ചന്ദ്ര, സുഖം തന്നെ? അതെടാ, സുഖം തന്നെ. എന്താ ഡോൾഫിൻ്റെ അടുത്ത് എന്താ ചോദിച്ചാൽ അറിയാ ചന്ദ്ര എന്ന് വിളിച്ചു. സോറി. അയ്യോ സോറി ഗൈസ്, ഞാൻ ചുമ്മാ സംസാരിച്ചേന്. അങ്ങനെ രാവിലെ ആവാറായി. എടാ ചന്ദ്ര പൊക്കോ, ഇനി സൂര്യൻ വരും. അമ്മേ, ഹേയ് മോജു സർ. ഗൈസ്, അത് സിനിമയല്ല, ഇല്ല, അത് വേറെ എന്തോ ആണ്. ഞാൻ ഇവിടെ കിടക്കണ വായിച്ചാണ്. അതാണ് ഗൈസ് പ്രശ്നം. യെസ്, അത് പ്രശ്നമായില്ലേ? ചന്ദ്രൻ ഉദിച്ച് പോവുകയാണ്, അസ്തമിച്ച് പോവുകയാണ്. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞതാണ്, പക്ഷേ ഇല്ലേ, സൂര്യനും ഇപ്പം ഉദിച്ചു കഴിയൂ. ഇപ്പം ഉദിക്കണു. അതാണ് നമ്മുടെ ചന്ദ്രൻ ഇങ്ങനെ പോണത്, താഴെ പോണത്. ഗൈസ്, കടൽ ഇൻഫിനിറ്റിയാണ്, അതൊരിക്കലും തീരൂല. എന്തെന്ന് പറയട്ടോ,
ഗൈസ് കടൽ ഇൻഫിനിറ്റിയാണ്, അതൊരിക്കലും തീരൂല. എന്തെന്ന് പറയട്ടാ, കടലിലെ വെള്ളം ഇൻഫിനിറ്റിയാണ്, അതൊരിക്കലും തീരൂല. പക്ഷെ ആഴം ഉണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾ സൂക്ഷിക്കണം. നീന്താ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. എനിക്ക് നീന്തറിയാം കേട്ടോ. ഒന്നേ എന്തും പറഞ്ഞ് തെറ്റിദ്ധരിക്കില്ലേ, ഞാൻ ചുമ്മാ പറഞ്ഞാണ്. എനിക്ക് നീന്താനൊക്കെ അറിയാം, പക്ഷെ ഇല്ല, ഞാൻ ഷോയ്ക്ക് വേണ്ടി പറഞ്ഞതല്ല. എനിക്ക് നീന്താൻ അറിയാം ശരിക്കും പറഞ്ഞ. ഗേൾസ് ബ്ലിങ്കിറ്റ് മാച്ച് ദ മൺചേഴ്സ് Pringles, lasers, Doritos, lasers. India's last minute app. ഉമ്മച്ചി ഗൈസ്, ആ കാണുന്ന ഒരു ദ്വീപല്ലേ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദ്വീപല്ലേ അതൊരു ദ്വീപല്ലേ ഗൈസ്? ഞാൻ ഇതെന്താ എൻ്റെ കൺമുന്നിൽ കാണണ? ഇതൊരു ദ്വീപല്ലേ തന്നെ ഇത് ദ്വീപ് തന്നെ ഇത് ദ്വീപ് തന്നെ ഗൈസ്. ഇത് അമ്മേ, ഞാൻ വെള്ളത്തിൻ്റെ വിളിങ്ങേ ഗൈസ്, ഇത് ദ്വീപ് തന്നെ. ഓ, ഇവിടെ എന്തൊക്കെ ക്ലാരിറ്റിയാണ്. ഇവിടെ ക്ലാരിറ്റി അല്ലല്ലോ, എന്തൊരു ഇവിടെ വെള്ളം കാണും കേട്ടോ. അപ്പം സൂക്ഷിച്ചു. എനിക്കറിയായിരുന്നു വെള്ളം ഉണ്ടെന്ന് അറിയായിരുന്നു എനിക്ക്. ശരി, അപ്പം ഇവിടുത്തെ സാധനങ്ങളൊന്നും പൊട്ടിക്കാൻ പറ്റില്ല. അസിസ്റ്റൻ്റ് വില്ലേജാണിത്. അസിസ്റ്റൻ്റ് വില്ലേജ് ഞാൻ എന്തോ പറയണ, അങ്ങനെ ഒരു വില്ലേജ് ഇല്ല ഈ നാട്ടിൽ. ഞാൻ എന്തിനായി പറയണ? അങ്ങനെ ഒരു വില്ലേജേ ഇല്ല ഗൈസ്. മാനല്ലേ എൻ്റെ നഷ്ടപ്പെട്ട 2 മാനുകൾ. എടാ, ഞാൻ സ്റ്റീവാണ്, ഓർമ്മയുണ്ടോ നിനക്കെന്നെ? മാന് സംസാരിക്കാൻ ഇറങ്ങിവിടല്ലോ, മറന്നുപോയി ഗൈസ്. മാന് സംസാരിക്കാൻ ഇറങ്ങിവിടാ. മാനില്ല എന്തിനൊക്കെ കാക്കറ പറയാനേ അറിയോ. ഹായ്, ഇത് മഞ്ഞുണ്ണിയല്ലേ? മഞ്ഞുണ്ണിയൊക്കെ എങ്ങനെ ഇങ്ങോട്ട് വരണം? പഞ്ഞുണ്ണി ഗൈസ്, ഞാൻ അവിടെ ലാവ കണ്ട് അമ്മേ, ഒരു കുഴിയല്ലേ ഞാൻ ഇപ്പം കണ്ട? എൻ്റെ ദൈവമേ എന്ത് പറയണേ ഗൈസ്. അയൺ ബോട്ട്സ് കണക്റ്റായി, അത്രയേ ഉള്ളൂ. ഞാൻ അവിടെ കണ്ട ഒരു ദ്വീപല്ലേ തന്നെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അത്ഭുതം കാണുന്നത്. ഞാനൊരു ദ്വീപ് കണ്ടുപിടിച്ച്. ഇനി സ്ക്വിഡ് ഗെയിമിൻ്റെ വല്ല ദ്വീപാണ്, അതേ കണക്കാണ് തോന്നുന്നത് ഗൈസ്. അതെ, വെള്ളത്തിൻ്റെ അടിയിൽ എപ്പോഴും ശ്വാസം പിടിച്ചിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, അറിയാവോ? അവൻ എത്ര നേരം വേണമെങ്കിലും ശ്വാസം പിടിച്ചിരിക്കാൻ പറ്റും. അവനല്ലേ ഈ വെള്ളത്തിൻ്റെ അടിയിൽ കിടന്നില്ലേ ഓരോ കൂന്ത്രാണ്ടങ്ങൾ കാണിക്കും. അവനൊരു അമ്മയുണ്ട്, ആ അമ്മയും പിന്നെ അവൻ്റെ മോനും. അല്ല, അമ്മയും മോനും മാത്രമല്ല, ഒരുപാട് പേരുണ്ട് അതേപോലത്തെ. വെള്ളത്തിൻ്റെ അടിയിലുള്ള സോംബീനെ കണക്കിരിക്കും. പിന്നെ ഇല്ല, അത് മേലോട്ട് ഇങ്ങോട്ട് കുന്തം കണക്ക് എന്തൊക്കെ സാധനങ്ങളും മനുഷ്യനെ ഇട്ട് ഇങ്ങോട്ട് എറിയും. അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, വീഡിയോ എത്ര ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, ബെല്ലൈക്കൻ അടിക്കാത്ത ബെല്ലൈക്കൻ അടിച്ചാൽ. ടാറ്റ ബൈ, സി യു.